അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് പോലീസുമായുള്ള സംഘർഷത്തിനിടയാക്കിയതെന്നാണല്ലോ സലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരെ പുറത്തുവെച്ച് തന്നെ പ്രതിരോധിക്കാൻ പോലീസ് തയ്യാറായില്ലേ? അമൃത, നേരത്തെ തന്നെ SFI പ്രഖ്യാപിച്ചതാണ് 4 യൂണിവേഴ്സിറ്റികളിലേക്കും SFIയുടെ മാർച്ച് ഇന്ന് 11 മണിയോടുകൂടി ഉണ്ടാകുമെന്നുള്ള കാര്യം. എന്നാൽ ഈ കാലിക്കറ്റ് സർവകലാശാലയ്ക്കുള്ളിലേക്ക് പുറത്തേക്ക് കടക്കാനായിട്ടുണ്ട്. അത് ഒരുപക്ഷെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിക്കാത്തതാണ് ആ രീതിയിൽ പ്രവർത്തകർക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപത്ത് തന്നെ ഈ എത്താനുള്ള ഒരു കാരണമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് തടയുന്നതിന് വേണ്ടി ഗേറ്റ് അടച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ബ്ലോക്കിന്റെ ഗേറ്റ് അടച്ചുകൊണ്ട് പോലീസ് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിലേക്ക് ഈ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് ഈ രീതിയിലുള്ള ഒരു സംഘർഷത്തിനിടയാക്കിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഒരു പക്ഷേ ഈ പ്രവർത്തകർ ഒന്നുകിൽ പ്രവർത്തകർ അനുനയിക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷേ പോലീസിന്റെ ഒരു കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുക, ഈ കാര്യങ്ങളായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു ശക്തമായ ഒരു നടപടിയിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. സ്വാഭാവികമായും ഇവർ ഈ പ്രവർത്തകരെ ഇതിനുള്ളിലേക്ക് കടക്കുന്നത്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് കടക്കുന്നത് തടയുന്ന ഒരു നടപടിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ലാത്തി ചാർജിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല. ജലപീരങ്കി അങ്ങനെയുള്ള ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഒരു പക്ഷേ പ്രവർത്തകർ ഇനി കൂടുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് തന്നെ പോലീസിന് കടക്കേണ്ടി വരും. സർവകലാശാലകളിലേക്ക് നടക്കുന്ന ഈ ഗവർണറുടെ ഇടപെടലുകൾ പ്രതിഷേധിച്ചുകൊണ്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചൊരു മാർച്ചാണ്. അത് മറ്റു സ്ഥലങ്ങളിലുള്ളത് പോലെയല്ല, കാലിക്കറ്റ് സർവകലാശാല ഉള്ളിലേക്ക് പ്രവർത്തകർക്ക് കടക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിൽ ഇന്ന് ഒരു പ്രവർത്തന ദിവസമായതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാഫുകളൊക്കെ തന്നെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അതിനുള്ളിലേക്ക് കടക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം SFIയുടെ ഭാഗത്തുണ്ടാകുന്നത്, പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ശക്തമായ നടപടിയിലേക്ക് തന്നെ പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിരവധി വിദ്യാർത്ഥികൾ ഈ മാർച്ചിൽ അണിനിരക്കുന്നുണ്ട്. SFI അതെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള പോലീസ് സന്നാഹം അവിടെ ഉണ്ടല്ലോ അല്ലേ? നേരത്തെ തന്നെ വലിയ ഒരു പോലീസ് സന്നാഹം ക്യാമ്പസിനകത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് ഇപ്പോൾ ഉള്ളിലേക്ക്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് കടക്കുന്നത് തടയാൻ ഇപ്പോൾ പോലീസിനായിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ കൂടുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ശക്തമായ നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ SFI നടത്തിയ മാർച്ച് ഒരു വലിയൊരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് 4 സർവകലാശാലകളിലേക്കും, അതായത് സംസ്ഥാനത്തെ ഈ കേരള യൂണിവേഴ്സിറ്റി, 5 യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള 4 യൂണിവേഴ്സിറ്റികളിലേക്കും SFIയുടെ മാർച്ച് ഇന്ന് 11 മണിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. ഇതിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഗവർണർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്ന ഒരു നടപടിയിലേക്ക് ഗവർണർ കടക്കുന്നു. അതിന് ഗവർണർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ആ ഒരു നീക്കത്തിൽ നിന്നും ഗവർണർ പിന്മാറണമെന്ന ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്, SFI ഉന്നയിക്കുന്നത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് 4 യൂണിവേഴ്സിറ്റികളിലേക്കും SFIയുടെ മാർച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. ഇന്ന് 11 മണിയോട് കൂടിയാണ് മാർച്ച് ആരംഭിച്ചത്.